നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് ലിയോ ഡിസേർട്സിലാണ്. ശരിക്കും തൃപ്രയാറും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും ബ്രാഞ്ച് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കൊടുങ്ങല്ലൂരിലാണ്. നമ്മുടെ ബൈപ്പാസിനടുത്ത് തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ. ഒരുപാട് സ്ഥലം കൊണ്ടിരിക്കാൻ നമ്മൾ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരുപാട് സ്ഥലമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിൽ നല്ല രസമുണ്ട്. നമ്മൾ മാത്രമുണ്ട്, കുറച്ചേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടിട്ട് പോയതാണെന്നറിയില്ല. ഇനി ഒരുപാട് ഇതാണ് നമ്മുടെ ഉള്ളിലെ സെറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്താണ് ഒരു സ്പെഷ്യൽ സാധനങ്ങൾ, എന്തൊക്കെയാണ് 5 on 5 മസ്റ്റ് ട്രൈ ഐറ്റംസ് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ മെയിൻ പണിയിലേക്ക് പോവാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്, നല്ല വിശപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് എൻ്റെ സ്വന്തം ബർഗർ. കുറേ നാളായിട്ട് സൂപ്പറുണ്ട്. ചെറിയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ പ്ലമാണ്, ചെറിയ മതി. പിന്നെ മോമോസ് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ വെജ് മോമോസും ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സ്മോക്കിംഗ് ബ്രൗണിയും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് ഇങ്ങനെ മറ്റേ തീം പോയപ്പോൾ അങ്ങനെ സംഭവമാണ്, നമുക്കത് കഴിച്ചു നോക്കാം. എന്താ പറയാ, നല്ല ഫുഡ് കാണുമ്പോൾ നമുക്കുള്ളൊരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അത് ഈ സ്മെല്ല് തന്നെ. അയ്യോ, പിന്നെ വിശന്നിരിക്കുന്നുണ്ട്. സോ നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം മോമോസ്. വെജാണ് കേട്ടോ, ഞാൻ വെജായ കാരണം വെജ് മോമോസാണ്. ഇത് ഞാൻ കാണുമ്പോഴേക്കും ഇതിന്റെ ഷേപ്പ് ഉണ്ട്, നല്ല രസമില്ല. ഇങ്ങനെ മടക്കി മടക്കി മടക്കുന്ന സംഭവം ചെയ്യുന്നതാണ്. ഇതിന്റെ സോസും ഉണ്ട്, കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒനിയനും ക്യാരറ്റും ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോസ് ഇങ്ങനെ മുക്കിയെടുത്ത് നമ്മൾ വായിങ്ങനെ തുറന്ന് നല്ല തോന്നല്ലോ, നല്ല സോസ് കഴിച്ചോട്ടെ. 2 ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. അടുത്തത് സ്പെഷ്യൽ ബർഗർ. കുറേ നാളെ, ഏകദേശം ഒരു പിന്നെ പറയാം. എനിക്ക് മോമോസിനേക്കാൾ ഇഷ്ടമായത് ബർഗറാണ്. ഞാനൊരു 5-6 മാസമായിട്ടുണ്ടാവുകയാണെങ്കിലും ഇത് കഴിച്ചിട്ട്, എന്തൊരു 5-6 മാസമായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ഫുൾ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ആ സോസിൻ്റെയും പിന്നെ ഉള്ളിൽ വെക്കുന്ന സംഭവമില്ലേ അതിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും നല്ല ഫുഡൊക്കെ നമ്മുടെ മുഖത്തുള്ള സന്തോഷം ഉണ്ടാവില്ലേ, അതൊക്കെ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ അല്ലേ. പിന്നൊരു തവാ റോൾ കൂടി വന്നിട്ടുണ്ട്. ആ തവാ റോൾ അത് എനിക്ക് കിട്ടില്ല സുഹൃത്തുക്കളെ. അത് ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ വെജായ കാരണം അത് നമ്മുടെ മിസ്റ്റർ എന്ത് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ പോകുമ്പോൾ ആദ്യമായിട്ട് ഒരു ഉപകാരം ഉണ്ടാവണം. ഇതിലെനിക്ക് മോമോസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ കഴിക്കാൻ തോന്നും കേട്ടാ, അത് ഇറക്കായി. അതിപ്പോ എന്താണെന്ന് തോന്നുമല്ല. അടിപൊളിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മോമോ ടേസ്റ്റ് അല്ല. ഞാൻ നല്ല വിചാരിച്ചു. ഞാനൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. എനിക്ക് നല്ല ഇഷ്ടം. നിനക്ക് എന്താ ഇഷ്ടാവാത്ത? നെക്സ്റ്റ് ബർഗർ. ഇത് കേൾക്കാത്ത ബർഗർ. ദാറ്റ് മീൻസ് ചിക്കൻ ബർഗർ. ചിക്കൻ നല്ല സ്മെല്ലല്ലേ. ചിക്കൻ എന്ത് ബർഗർ, എൻ്റെ ഫുൾ നെയിം പറഞ്ഞ കേട്ടോ.
ആ താടിയുള്ള കാരണം കുഴപ്പമില്ല, എല്ലാം തങ്ങി നിൽക്കുന്നുണ്ട് പുറത്തു പോവാണ്ട്. അതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് അവിടെ ഇവിടെ കേട്ടുണ്ട്. കഴിക്കി സൂപ്പർ ആയിട്ടില്ലേ? അതിന്റെ മറ്റേ ആ അത് കിട്ടുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇവിടുത്തെ സ്പെഷ്യലായിട്ടാണ് തവ റോൾ. ഇവിടെ എന്താണ് തവ റോൾ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പൊറോട്ട അങ്ങനത്തെ ഇതിലേക്ക് തവ റോൾ ചെയ്യാറ്. ചെയ്തേക്കുന്നത് ടോട്ടില്ല എന്ന് പറഞ്ഞൊരു ഐറ്റം വെച്ചിട്ടാണ് ഇതിന്റെ പൊതിഞ്ഞേക്കണ്ടല്ലേ, പൊതിഞ്ഞേക്കുന്നത്. പിന്നെ ആ ഒരു ക്രീമി കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു വെജ്. എന്നാ ടിഷ്യൂ പേപ്പർ പിടിച്ച കയ്യില് എന്തായാലും ആവശ്യം വരും ഒരു ഡോസ്. അത് കാണുമ്പോ തന്നെ അറിയാം. അതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്ക്. എന്തൊക്കെയാ സ്റ്റഫ് ചെയ്തേക്കണേ? ചിക്കൻ ആണല്ലോ. ചിക്കനും തുടക്കി ആദ്യം ഇൻഗ്രീഡിയൻസ് തന്നെ, പക്ഷെ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട് കഴിക്കുമ്പോൾ. നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാത്തിന്റെ. സന്തോഷം. അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്മോക്കിംഗ് ബ്രൗണി. നമ്മുടെ ചോക്ലേറ്റും അതുപോലെ തന്നെ വാനില മറ്റേ ഐസ്ക്രീം സ്കൂപ്പും അതിന്റെ മുകളിൽ മറ്റേ ബ്രൗണി ഇല്ലേ, ബ്രൗണി എന്നത് കേക്കിന്റെ സംഭവം ഉണ്ടെന്ന് പറയുന്നത്. അതിനോട് കൂടെ ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് അത് നോക്കാട്ടെ എങ്ങനെയാന്നുള്ളത്. അത് കാണാനും നല്ല രസമാണ്. ടേസ്റ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയാന്നുള്ളത്. എന്തായാലും ഇതുവരെ നമ്മൾ കഴിച്ചതിൽ തവേറ റോളിനെ കുറിച്ച് എനിക്കറിയില്ല. ബർഗർ അടിപൊളിയായിട്ടുണ്ട്. എന്ത് പറഞ്ഞോ? നമ്മള് പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റിന്റെ 2 സ്കൂപ്പ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ്. ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടുണ്ടാവുമോ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. പക്ഷെ ഐസ്ക്രീം ആയതുകൊണ്ട് ചൂടില്ല. അതായത് നമ്മുടെ എനിക്ക് പറയാൻ ഒന്നും കിട്ടണ്ട. ഈ ബ്രൗണി കേക്കിന്റെ ഒരു സംഭവം കൂടി ഉണ്ട്. അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നോക്കി കണ്ടു. ചൂടില്ലല്ലോ, എനിക്ക് പേടിയാണ് വാലിടാനായിട്ട്. അത് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. സന്തോഷം കണ്ട അവളെ കണ്ണൊക്കെ നിറഞ്ഞു. അത്ര ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ആദ്യം നമ്മളെന്ന് വെച്ചാൽ ഐസ്ക്രീം എടുക്കുക, അതിൻ്റെ കൂടെ മറ്റേ ബ്രൗണി ഉണ്ട്, പിന്നെ നമ്മൾ വെച്ച് ചോക്ലേറ്റ് സോസാണ് ഒഴിച്ചത്. എന്തോ ഒഴിച്ചതിന് മുകളിൽ കൂടെ അതും കൂടി ഒഴിച്ച് തന്നിട്ട് നോക്കി കണ്ടു. ഇങ്ങനൊരു സംഭവം നമ്മളെടുത്തിങ്ങനെ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു തണുത്ത സംഭവമില്ലേ, അതും കിട്ടും. ഒപ്പം ഈ കേക്കിൻ്റെ പൊടിയും കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഒഴിച്ച ഒരു ചോക്ലേറ്റ് സിറപ്പില്ലേ, അതും കൂടി കിട്ടും. അപ്പോൾ ഒരു ചൂടും തണുപ്പും മധുരവും ഒക്കെ ചേർന്നൊരു ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചോക്ലേറ്റ് കഴിച്ചത്. ഇനി വാനില കൂടി ഉണ്ട്. വാനില എടുക്കുന്നു. ഇത് മൂന്നും കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നു. ചിക്കൻ കൂടി വേണമായിരുന്നു, മിസ് ചെയ്യിക്കാം. ചിക്കനാണ് ഇപ്പോൾ മിസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അത്ര സൂപ്പറുണ്ട്, അത്ര സൂപ്പർ, അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയുന്ന ഫസ്റ്റ് സാധനം ഇതാണ് കേട്ടോ.
സ്മോക്കിംഗ് ബ്രൗണി. അതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ശരിക്കും ഒരാളല്ല, ഇപ്പോൾ നമ്മൾ 2-3 പേരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 3 പേർക്ക് കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള വേറൊരു സാധനം എനിക്ക് വലിയ നമ്മുടെ ബർഗറാണ്. അതിപ്പോൾ ചിക്കൻ ആണെങ്കിലും, ചിക്കൻ നമുക്ക് ഇഷ്ടമില്ലേ? തവയോ? പിന്നെ തവയാണ് കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പൊ തവയും മസ്റ്റ് ട്രൈ ആണ്. എന്റെ ഭാഗത്തുനിന്ന് ഇത് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സംഭവം കേട്ടോ. വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, ഐസ്ക്രീം ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, അവർക്ക് പറ്റിയ സംഭവമാണ്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മിഠായികളല്ല, ഐസ്ക്രീമുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം ആ ഒരാൾക്കാരാണ് എന്തായാലും ട്രൈ ചെയ്യും. അത് കൂടാണ്ട് ഇതിൽ കാഷ്നട്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്നട്ടും വരുന്നുണ്ട്, ചോക്കോ ചിപ്സ് വരുന്നുണ്ട്, ചോക്ലേറ്റ് വരുന്നുണ്ട്, ബ്രൗണി വരുന്നുണ്ട്, ആ ഹോട്ടായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് സോസ് ആകുന്നുണ്ട്, അതും വരുന്നുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടും. പിന്നെയും പറയുന്നു 5 on 5 മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എത്തി. നാച്ചുറൽ സൺഡേ ഫിഗ് ആൻഡ് ഹണി, മാംഗോ, കോക്കനട്ട്, ഇതിൻ്റെയും കൂടി മിക്സാണ്. കാണാൻ തന്നെ നല്ല രസം. നോക്കി, ഒരുപാട് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ പറയാ, ഇതല്ലേ ബദാമല്ലേ, ഇതാണ് വൈകിട്ട്. അപ്പോൾ അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് മാംഗോ. ഇത് മാംഗോ ആണ്. പക്ക മാംഗോ, പക്ക മാംഗോ. ടെൻഡർ കോക്കനട്ട്. എന്താണ് ടെൻഡർ കോക്കനട്ട്? എന്താണ് അത്? കഴിച്ചപ്പോഴാണ് മനസ്സിലാവണത്. അല്ല, ശരിക്കും ടെൻഡറായിട്ടുള്ള, അത് കരിക്കിന്റെ ഭയങ്കര നൈസായിട്ടുള്ള സാധനമല്ലേ, അതന്നെ ശരിക്കും ആ ടേസ്റ്റ് വാങ്ങിക്കിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ ഐറ്റം ഫിഗ് ആൻഡ് ഹണി. എന്താണ് ഫിഗ് ആൻഡ് ഹണി ടേസ്റ്റ് ഒക്കെ പറയാം. അറുമുറും കടിക്കാൻ കിട്ടുന്നുണ്ട്. ഹണിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. എന്താണ് ഫിഗ് ആൻഡ് ഹണി ശരിക്കും ഉണ്ടല്ലോ. നമുക്ക് ഒരു 3-4 ആൾക്കാർ വരണോട്ടെ എന്തായാലും ഇത് തീർക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒന്ന് എന്നാലും ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട്. മാംഗോ, പക്ക മാംഗോ. മാംഗോയുടെ ഫ്ലേവർ നന്നായിട്ട് കൂടുതൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇത് 3-ൽ ഏറ്റവും ഇഷ്ടമായത് ടെൻഡർ കോക്കനട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടല്ലോ, വായിലിട്ട് ഇപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. നമ്മൾ വായിലിട്ട് ഒന്നറിയാനൊരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലാണ് ഈ കരിക്കിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടും. ഇത് മറ്റേ ഫിഗനാന്ന് പറഞ്ഞ ആക്കിപ്പോഴോ അല്ല, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ടൂട്ടി ഫ്രൂട്ടിയോ അല്ലല്ലോ, എന്തൊക്കെയോ ഉണ്ടല്ലോ ഇതിനുള്ളിൽ. അങ്ങനെ കരി കിട്ടുന്നത് കടിക്കാനായിട്ട്. നല്ല കുറച്ചും കൂടിയും കട്ടി മധുരമാണ്. ഇത് നമ്മുടെ കരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കരിക്കാൻ കേട്ടോ. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കോൺഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, മുന്തിരി ഉണ്ട്, എനിക്കൊന്നൊരു മാംഗോ ഉണ്ട്, ബദാം ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു മിക്സ്ചറാണ് കേട്ടോ ഇത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഐസ്ക്രീം വെച്ചേക്കണേ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാനൊരു 4.5 കൊടുക്കും. സത്യം 5-ൽ 5 ഇപ്പോഴും എൻ്റെ ചോക്ലേറ്റ് നമ്മൾ സ്മോക്കിംഗ് ബ്രൗണി. അതിനെന്തായാലും 5 അല്ല, അതിലൊരു 10 on 5 കൊടുക്കേണ്ടി വരും. അത്ര ടേസ്റ്റ് ഉണ്ട് അത്. പിന്നെ ഇതിൽ 10 on 5 കൂടുതൽ 10 അങ്ങനത്തെ ഞാൻ ഉദ്ദേശിച്ചത്. 5-10 അതന്നെ. ഇത് 3-ലും മെയിനായിട്ട് എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്. നമ്മൾ പാലിട്ടിട്ട് ഒന്നലിയുമ്പോഴാണ് ആ ടേസ്റ്റ് മൊത്തം ഉള്ളിലേക്ക് കിട്ടുന്നത്.
അതന്നെ നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, തീർക്കട്ടെ, നമുക്ക് തീർക്കാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മാംഗോ. എനിക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കാരണം ഒരു മാംഗോ കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. സീസണൊക്കെ ഔട്ടായപ്പോൾ ഇത് കഴിച്ചെങ്കിലും സംതൃപ്തിപ്പെടാനോ. അതും ഇതും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയേ, നട്ട്സും. അങ്ങനെ തന്നെ കഴിക്കണോ? ഞാൻ അങ്ങനല്ല കഴിച്ചേ. ഫിഗ് ആൻഡ് ഹണിയോ? അതും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഞാനും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി എനിക്ക് അവർക്ക് ടെൻഡറാണ് ഇഷ്ടമായത്. എനിക്ക് കൂടുതൽ മാംഗോ, പിന്നെ ഫിഗ്, പിന്നെ ടെൻഡർ. സന്ധ്യയ്ക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഓൺ 5? 4 തന്നെ കൊടുക്കാം. 4. ഓക്കെ. ഇനി ബ്രൗണിക്ക് സ്മോക്കിംഗ് ബ്രൗണി അതിന് 3.5. ഓക്കെ. ബർഗർ 3.5. മറ്റേ 3.5 എത്ര കൊടുക്കും? തവ തവക്ക് 4. തവ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഈ ബട്ടർ പേപ്പർ കീറാൻ കിട്ടണം. അതിഷ്ടമില്ല. പിന്നെ കുറച്ചും കൂടി ഒന്ന് കട്ടി കുറക്കാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഓക്കെ. സോ നമ്മൾ ഇന്ന് വന്നത് ലിയോ ഡിസേർട്സിലാണ്. ഞാൻ പറഞ്ഞ തൃപ്രയാറും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരാണ് നമുക്ക് ഷോപ്പ് ഉള്ളത്. നമ്മൾ തൃപ്രയാർ ഓൾറെഡി പോയിട്ടുള്ളതാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂരാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഡെസേർട്സ് ആയിട്ട് ഐസ്ക്രീംസും ഷേക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ കുറേ കാലം ടേസ്റ്റ് ചെയ്തു. അതിനൊക്കെ റിവ്യൂ, പക്ക ജെനുവിൻ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബൈപ്പാസ്, കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ തന്നെയാണുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിന്റെ മാപ്പ് നമുക്ക് എവിടെ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ, അതും കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ഇതുവഴി പോകുന്നവരാണെങ്കിൽ എന്താണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന മസ്റ്റ് ട്രൈ ഐറ്റംസ് നമ്മൾ പറഞ്ഞു. നമ്മുടെ സ്മോക്കിംഗ് ബ്രൗണി അതെന്തായാലും ട്രൈ ചെയ്യണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അത്. അതുപോലെ ബർഗറും സ്പെഷ്യലാണ്. അതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്താണല്ലോ. അപ്പൊ എല്ലാവരും വരിക, ടേസ്റ്റ് ചെയ്യുക. അപ്പോ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ഇതെന്തത്? ബ്ലൂ കുറാക്കോ, ബ്ലൂ കുറാക്കോ, മൊജിറ്റോ കുറാക്കോന്ന് വെച്ച സാധനം. മൊജിറ്റോ എനിക്ക് മനസ്സിലായി. കുറാക്കോ എന്ന് വെച്ചാ അത് മൊജിറ്റോ. പണ്ടാരം നാച്ചുറൽ പറഞ്ഞു. സൺഡേയോ കണ്ടിട്ടത്? വാനില ഫഡ്ജാണോ ഫുഡ്ജാണോ എന്നിട്ട് കഴിക്കുക. അതിനകത്ത് നോട്ടല്ലേ. ചെറിയ എനിക്ക് ഇഷ്ടമില്ല. നേർക്കട്ടെ വേണ്ടത്. ചെറിയ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ മുറിക്കല്ലേ. കഴിക്കാറും കൂടെ സാധനം കൈയിട്ട് വരലാണല്ലോ പതിവ്. കിട്ടുന്നല്ലോ. ഒന്ന് കട്ട് ചെയ്യോ? നമ്മളെ ഹെയർ കട്ടൊക്കെ ചെയ്ത് പൊളിച്ച് സൂപ്പറായി എന്നെ വീട്ടിൽ കിട്ടാന്ന് ഉറപ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ഭയങ്കര ജാടയായിരിക്കട്ടെ. എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ഈ മുടി കിടക്കണ ജാടയായിട്ട് വന്നിരിക്കണേ. ടേസ്റ്റ് ഉണ്ടെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമാക്കി പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഒരു ചാൻസ് രണ്ട് അവിടെ നോക്കി കാണില്ല. ഇവിടെ പകുതിയില്ല. റിവ്യൂ ഈ ഭാഗത്ത് കാണാൻ കുറച്ചുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കണം. ഫുഡ് വെച്ച് പറ്റായിരിക്കുകയാണ്. എന്തായി എന്ത് പറ്റി? ഒരു വ്ളോഗ് എടുത്താലോ? ക്ഷീണിച്ചു.